ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഫ വേൾഡ്. അങ്ങനെ കാണാൻ പോയ പെണ്ണിനെ ഇഷ്ടമായില്ല എന്നും പറഞ്ഞ് അവനൊരു കാരണമുണ്ടാക്കി. ആദ്യം കാണാൻ പോയ പെണ്ണിനും കാരണം അവൾ വേറെ സ്നേഹിച്ചതാണെന്നോ ഇപ്പോൾ അവൾക്ക് പഠിക്കണമെന്നോ എന്നും അവനൊന്നും വീട്ടിൽ പറഞ്ഞില്ല. ഇഷ്ടമായില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആദിയുടെ അച്ഛനെ 2 സഹോദരിയും ഒരു ജ്യേഷ്ഠനും ഒരു അനിയനുമാണ് ഉള്ളത്. അമ്മയ്ക്കാണെങ്കിൽ 2 സഹോദരന്മാരുമാണ് ഉള്ളത്. അവരോടൊന്നും കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അമ്മ പറഞ്ഞു, അവരോടൊക്കെ പറയണ്ടേ, അവരും കൂടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് ശരിയാണ്, അവരോടും പറഞ്ഞാൽ അവരുടെ വകയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പോകാമായിരുന്നു. ഇത് കേട്ട് ആദ്യം പറഞ്ഞു, എന്തിനാ അമ്മ അവരോടൊക്കെ പറയുന്നത്, കല്യാണമായിട്ട് പറഞ്ഞാൽ പോരെ, എന്തിനാ എത്ര ധൃതിയൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇപ്പോൾ സമ്മതിച്ചത് തന്നെ വലിയ കാര്യമാണ്. നിൻ്റെ ഈ സമ്മതം എപ്പോഴാണ് മാറുന്നത് പറയാൻ പറ്റില്ല, അതിനുള്ളിൽ തന്നെ കല്യാണം നടത്തണം എന്നും പറഞ്ഞു. പിന്നെ അരുൺ പറഞ്ഞു, അത് തന്നെയാണ് ശരി, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ഏട്ടൻ്റെ മനസ്സ് എപ്പോഴാണ് മാറുന്നത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഈ മനസ്സ് മാറുന്ന മുന്നേ വിവാഹം നടത്തുന്നതാണ് നല്ലത്. അങ്ങനെ അച്ഛൻ ഏട്ടനും അനിയനും പെങ്ങന്മാർക്കും ഒക്കെ വിളിച്ചു. അമ്മ 2 ആങ്ങളമാർക്കും വിളിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു, നല്ല വാർത്തയാണല്ലോ, എപ്പോഴെങ്കിലും അവൻ സമ്മതിച്ചല്ലോ, ഞങ്ങളെ വകയിലുണ്ടെങ്കിൽ എവിടെയും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അരുൺ തിരിച്ചു പോയി. അതിനിടയിലൊന്നും അവർ പെണ്ണ് കാണാനൊന്നും പോയിട്ടില്ല. 2 തന്നെ കാണാൻ പോയിട്ടുള്ളൂ. ഒരാഴ്ചക്ക് ശേഷം അമ്മാവൻ വിളിച്ചു. അമ്മയുടെ ആങ്ങള വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു പെണ്ണുണ്ട്, അവളെ കാണാൻ പോകാം എന്നൊക്കെ പറഞ്ഞു. അവളെ കാണാൻ പോയി. ഇവർക്കും 2 വീട്ടുകാർക്കും ഇഷ്ടമായി. അങ്ങനെ ജാതകം നോക്കിയപ്പോൾ ശരിയാവില്ല, എന്തൊക്കെ കുഴപ്പമുണ്ട്, അതും നടക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ 1 മാസം കഴിഞ്ഞു. ഇതിനിടയിൽ 2-3 കാണാൻ പോയ ഒന്നും ശരിയായില്ല. അന്നേ ദിവസം ഈവനിങ് ആയപ്പോൾ അച്ഛനും ആദിയും അമ്മയും എല്ലാവരും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബ്രോക്കർ വന്നത്. ബ്രോക്കർ പറഞ്ഞു, നല്ലൊരു കുട്ടിയുണ്ട് എൻ്റെ കൈവശത്ത്. ആ പെൺകുട്ടിയാണ് അവിടെ വീട്ടിൽ മൂത്തത്. പിന്നെ ഒരു അനിയത്തിയും ഒരു അനിയനുമാണ് ഉള്ളത്. അച്ഛനൊരു ബിസിനസ് മാനാണ്. അച്ഛന് സഹോദരങ്ങളോ സഹോദരിമാരോ ആരുമില്ല, ഒറ്റ മകനാണ്. അമ്മയ്ക്കൊരു സഹോദരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നല്ല ബന്ധമാണ്, നിങ്ങൾക്ക് പറ്റിയ ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് അവളെ കാണാൻ പോവാം. അപ്പോൾ ആദ്യം പറഞ്ഞു, എന്തിനാ അമ്മ, ഇനി വയ്യ, ഞാനില്ല കാണാൻ, എന്നെക്കൊണ്ട് വയ്യ, മടുത്തു, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം അമ്മേ. അമ്മ പറ, വേണ്ട, ഇതും കൂടി കാണാൻ പോകണം, നീ ഇതിനും കൂടി വരണം ഞങ്ങളുടെ കൂടെ. അങ്ങനെ പിറ്റേ ദിവസം അവർ പെണ്ണെ കാണാൻ പോയി. പെണ്ണിൻ്റെ പേര് സ്നേഹ എന്നായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചു. 2 പേർക്കും ഓക്കെയാണ്. അവൾ ഒറ്റൊരു കണ്ടീഷനെ വെച്ചിട്ടുള്ളായിരുന്നു, എനിക്ക് കല്യാണം കഴിഞ്ഞാലും പഠിക്കണം. അതിനവർക്ക് സമ്മതവുമാണ്. അങ്ങനെ കല്യാണത്തിന് നിശ്ചയമായി. നിശ്ചയത്തിന് വലിയ ആഘോഷം പോലെ ആളുകളോ ഒന്നുമില്ല. അവളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ തീരെ ആളുകളില്ലായിരുന്നു. ആദിയുടെ വീട്ടിൽ നിന്നാണ് പിന്നെയും ആളുള്ളത്. അവൾക്ക് അങ്ങനെ പറയത്തക്ക കുടുംബമൊന്നുമില്ലായിരുന്നു. അമ്മയുടെ ഒരു സഹോദരി മാത്രമേ ഉള്ളായിരുന്നു. നിശ്ചയം കഴിഞ്ഞ് അമ്മയുടെ സഹോദരി പറഞ്ഞു, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ മോനെ, നീ എന്നെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആദ്യം പറഞ്ഞു, ഞാൻ നിങ്ങളെയും എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയാണെന്ന് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ സ്നേഹ വന്ന് പറഞ്ഞു, ഇത് എൻ്റെ അമ്മയുടെ സഹോദരിയാണ്, എൻ്റെ അമ്മയുടെ നേരെ മൂത്തതാണ്, എൻ്റെ വലിയമ്മയാണ്. വലിയച്ഛന് വരാൻ പറ്റിയില്ല, ബിസിനസ് ടൂറിന് പോയിരിക്കുകയാണ്, 2 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്നും പറഞ്ഞു. കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം, ഈ മാസമെങ്കിൽ ഈ മാസം, അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ആയിട്ട് നടത്തണം. അങ്ങനെ അവർ കല്യാണ ദിവസമെല്ലാം വെച്ചു. അടുത്ത മാസം ഫസ്റ്റ് തന്നെയാണ് കല്യാണം. ആദ്യക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമായില്ല. ഇത്രയും പെട്ടെന്ന് കല്യാണമാകുമെന്നും അവൻ കരുതിയില്ല. ഇങ്ങനെ പെണ്ണ് കണ്ട് ഇഷ്ടമായില്ല, ഇങ്ങനെയൊക്കെ നീണ്ടുപോയാൽ മതിയായിരുന്നു എന്നായിരുന്നു അവൻ വിചാരിച്ചത്. കുറേ കണ്ടിട്ട് ഇനി മതി, ഇനി നിർത്താം, ഞാനിങ്ങനെയൊക്കെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാം എന്നാണ് കരുതിയത്. പക്ഷേ ഇത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിശ്ചയമെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഉടനെ തന്നെ അമ്മ അരുണിനെ വിളിച്ചു. അരുൺ നിശ്ചയത്തിന് വന്നില്ലായിരുന്നു. കാരണം
അവന് എക്സാമായിരുന്നു. അരുണിനോട് പറഞ്ഞപ്പോൾ അരുൺ പറഞ്ഞു, എനിക്ക് ഫോട്ടോ ഒന്നും അയച്ചു തരല്ലേ അമ്മേ, ഞാൻ അന്ന് കണ്ടോളാം. സർപ്രൈസായി കാണുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് സർപ്രൈസ് അറിയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫോട്ടോ അവരെയും കാണിക്കണ്ട, അവരുടെ ഫോട്ടോ എനിക്കും കാണണ്ട. കല്യാണത്തിൻ്റെ അന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അവൻ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ വരാം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു. അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഏട്ടൻ്റെ വിവാഹം നടക്കുന്നതിൽ. ആദിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു. അമ്മ ചോദിച്ചു, എന്താ മോനെ നിനക്ക് പറ്റിയത്? അവൻ പറഞ്ഞു, ഒന്നുമില്ല അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് താലി എടുക്കണം, ഡ്രസ്സ് വാങ്ങണം. ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര പെട്ടെന്നാവുമെന്നാണ് നീ കരുതിയിരിക്കുന്നത്? ഇത്രയും പെട്ടെന്ന് എല്ലാം ഒരുക്കണം, നിൻ്റെ റൂം നന്നാക്കണം, എല്ലാം ചെയ്യണം, ഏറ്റവും നല്ല കല്യാണമാക്കണം, എല്ലാവരും വിളിക്കണം, വലിയ കല്യാണമായി നടത്തണം. ഇനിയിപ്പോൾ അരുണൻ്റെ ആയിട്ട് വേണ്ടേ? നിശ്ചയം എന്തായാലും ചെറുതായി കഴിച്ചു, ഇനി നമുക്ക് കല്യാണം വലിയതാക്കി അയച്ചിടാം. അതിനൊക്കെ അവൻ തലയാട്ടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവനിപ്പോഴും മനസ്സിന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹയുടെ വീട്ടിലും ഇത് തന്നെ കല്യാണ ചർച്ചയായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവളുടെ അച്ഛൻ സന്തോഷിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് അവളുടെ അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണ്. അവളുടെ അച്ഛൻ്റെ നിർബന്ധത്തിലാണ് അവർ കല്യാണത്തിന് തന്നെ ഒരുങ്ങിയത്. അവൾക്ക് പറഞ്ഞക്കത്തെ കുടുംബക്കാരൊന്നുമില്ല. ഒരു വലിയമ്മയാണ് ഉള്ളത്. അവൾക്കൊരു മകളും ഒരു മകനാണുള്ളത്. മകൾ വിദേശത്താണ് ഭർത്താവിൻ്റെ കൂടെ. മകൻ ഇവിടെയുണ്ട്, കല്യാണം നോക്കുന്നുണ്ട്, ശരിയായിട്ടില്ല. അച്ഛനാണെങ്കിൽ പറയത്തക്ക കുടുംബങ്ങളൊന്നുമില്ല. അച്ഛൻ ഒറ്റ മകനാണ്. അതും അച്ഛൻ്റെ അമ്മ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു. അങ്ങനെ അമ്മയുടെ ബന്ധുക്കാരും അച്ഛൻ്റെ അമ്മയുടെ ബന്ധക്കാരും എല്ലാവരൊക്കെ ഒത്തുചേർന്ന് വലിയ ഗംഭീരമാക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം അടുത്തടുത്ത് വന്നു. രണ്ട് വീടുകളിലും കല്യാണത്തിൻ്റെ ആഘോഷത്തിലാണ്. ഡ്രസ്സ് എടുക്കലും ഓഡിറ്റോറിയം ബുക്ക് ചെയ്യലും അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കിലാണ്. കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് അരുൺ വന്നത്. അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷം അവൻ്റെ മുഖത്ത് നിന്ന് തന്നെ കാണാം. ആദ്യം വിചാരിച്ചു, എനിക്ക് മാത്രമേ ഉള്ളൂ സന്തോഷമുള്ളത്, എങ്ങനെ സന്തോഷിക്കും? മനസ്സിനിണങ്ങിയ പെണ്ണിനല്ലല്ലോ ഞാൻ വിവാഹം കഴിക്കുന്നത്. കല്യാണത്തിന് മുന്നേയായി പല പല പരിപാടി ഹെൽത്തി ആയിട്ടും അങ്ങനെയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ആദ്യമൊരു സന്തോഷമില്ലായിരുന്നു. അവൻ്റെ മുഖം എപ്പോഴും സന്തോഷമില്ലാത്ത പോലെ അവൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് അവൻ എപ്പോഴും റൂമിലാണ്. അവൻ പുറത്തേക്ക് ആഘോഷങ്ങളിലേക്കൊന്നും വരുന്നില്ല. അരുണിൻ്റെ നിർബന്ധപ്രകാരമാണ് അവൻ പുറത്ത് തന്നെ ഇറങ്ങുന്നത്. കല്യാണ ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ വെച്ച് താലി കെട്ടുകയും അവിടെ അല്ലച്ചില്ലറ പരിപാടികളുമായി ഈവനിങ് ആണ് ആദിയുടെ വീട്ടിൽ പരിപാടിയൊക്കെ തീരുമാനിച്ചത്. അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവനപ്പോഴും നിലയുടെ കാര്യം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളോട് കല്യാണം പറയണ്ടേ, അവളുടെ നമ്പർ എങ്ങനെ കിട്ടും, ഒരു വിവരവുമില്ല, എത്ര കാലമായി ഒന്ന് കണ്ടിട്ട് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അരുൺ വന്നു. ആദ്യമായിട്ട് വാ, ഇന്നാണ് ഹെൽത്ത് പരിപാടിയൊക്കെ, വാ, ഏട്ടനല്ലേ വരേണ്ടത്, ഏട്ടൻ ഇങ്ങനെ റൂമിൽ ഇരിക്കുകയാണോ, ഞാൻ ഒരുക്കാം ഏട്ടനെ എന്ന് പറഞ്ഞ് അവൻ ഒരുക്കാൻ തുടങ്ങി. എല്ലാവരും മഞ്ഞ ഡ്രസ്സിട്ട് മഞ്ഞ കേക്ക്, മഞ്ഞ ലഡു അങ്ങനെയൊക്കെ ഒരുക്കി വെച്ചിരിക്കണം. അതിനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എല്ലാവരും. അങ്ങനെ ഹൽദി തുടങ്ങി. അവർ കേക്ക് മുറിക്കുകയും ആഘോഷിക്കുകയും പാട്ട് പാടുകയും അതിലെല്ലാം അവൻ മതിമറഞ്ഞ് ആഘോഷിച്ചിരുന്നു. അവനെല്ലാം മറന്ന് അവൻ്റെ മുഖത്ത് അപ്പം മാത്രം ഒരു സന്തോഷം കണ്ടു എല്ലാവരും. അത് കണ്ട് അമ്മയ്ക്കും അച്ഛനും അരുണിനും എല്ലാവർക്കും സന്തോഷമായി. ഇതുപോലെ അവൻ സന്തോഷിക്കുന്നത് ഇപ്പം അടുത്തൊന്നും അവർ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അമ്പരന്ന് അവനെ നോക്കുകയായിരുന്നു. അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവൻ പാട്ടിൽ മുഴുകി അതിൽ ഡാൻസ് ചെയ്യുകയായിരുന്നു. ഇതേ സമയം സ്നേഹയുടെ വീട്ടിലും ഇത് തന്നെയായിരുന്നു. അവരും ഹൽദി ആഘോഷിക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞാലാണ് വിവാഹം. സ്നേഹയുടെ ഫ്രണ്ട്സും കൂട്ടുകാരും എല്ലാവരും വന്നിരുന്നു. എല്ലാവരും കൂടി കേക്ക് മുറിക്കുകയും പാട്ടുപാടി ആഘോഷിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് ഒരു മഴ വന്നത്. അപ്പോൾ അവർക്ക് അധികം ആഹാരമായി. അവർ അധികം ഡാൻസ് കളിച്ച് പാട്ട് പാടുകയും പാട്ടിട്ട് ഡാൻസ് കളിക്കുകയും അങ്ങനെ മയത്ത് അവർ ആർമാദിക്കുകയായിരുന്നു. ആദിയുടെ വീട്ടിലും ഇത് തന്നെയാണ് സ്ഥിതി. അവർ ഫോട്ടോ എടുക്കുകയും മയത്ത് ഡാൻസ് കളിക്കുകയും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ പരിപാടിയെല്ലാം കഴിഞ്ഞു, മഴയും തോർന്നു. അത് കഴിഞ്ഞ് അവൻ ചിന്തിച്ചു, ഞാൻ ഇത്രമാത്രം ഹാപ്പിയാണല്ലോ, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല,
ഈ ഒരു പരിപാടി കൊണ്ട് ഞാൻ നന്നായി ഹാപ്പി ആയിരിക്കുന്നു. ഇതുപോലെ ഞാൻ സന്തോഷിച്ച ദിവസം ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇതിലെ മറക്കാൻ കഴിയുന്നില്ല. ഞാൻ എങ്ങനെ ആ സ്നേഹയെ സ്നേഹിക്കും എനിക്കറിയില്ല. എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോഴും ടെൻഷനാണ്. ഞാൻ എങ്ങനെ അതെല്ലാം മറന്ന് സന്തോഷിച്ചോന്ന് എനിക്ക് അറിയുന്നില്ല എന്നൊക്കെ കരുതി അവൻ ഓർത്ത് കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ വീട് നിറയെ ആളുകളാണ്. നാളെയാണ് വിവാഹം. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു, നീ എവിടേക്കാ? കുറച്ച് ജോലിയുണ്ട്. നീ ഇപ്പം ഇനി ജോലിക്കൊന്നും പോകണ്ട. നാളെ വിവാഹമായിട്ട് നീ ഇപ്പോൾ ജോലിക്ക് പോകാൻ അത്യാവശ്യം അമ്മേ, അതുകൊണ്ടാണ് ഞാൻ പോയില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരും അമ്മേ എന്നും പറഞ്ഞ് അവൻ ഓഫീസിലേക്ക് പോയി. എന്നത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.